ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. യുവതലമുറയെ തകർക്കുന്ന അതീവ വിനാശകാരികളായ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് നടത്തുന്ന നിഴൽയുദ്ധമാണ് ഇന്ന് നടക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാന ട്രഷറർ മോസസ് ഹെൻറി മോത്ത പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കൌൺസിൽ അംഗം അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഗാനങ്ങൾ ആലപിക്കുകയും തുടർന്ന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സൂചകമായി ക്യാമ്പയിനിൽ പങ്കെടുത്ത അമ്മമാർ ദീപം തെളിയിച്ച് വാസ്കോഡഗാമ സ്ക്വയറിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചെയ്തു. അതായത് പ്രാന്തമായി തന്നെ മയക്കുമരുന്നിനെ ചെറുക്കാൻ വേണ്ടി അമ്മമാർ പുറത്തേക്കിറങ്ങി അവർക്കെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും സ്വന്തം കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഒരു വൻ മാറ്റമാണ് സംഭവിച്ചത്. അതേ മാറ്റം നമ്മൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു. കേരളം മുഴുവനായിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 70% കുട്ടികളാണ് 15-നും 8-നും 16-നും വരെയുള്ള കുട്ടികളാണ് മയക്കുമരുന്നിന് അടിമയായിട്ടിരിക്കുന്നത്. ഇത് സ്കൂൾ ഗോയിങ് കുട്ടികളാണ്. പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മദേഴ്സ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അമ്മമാര് വിചാരിച്ചാല് മയക്കുമരുന്നിന് ഒരു തടയിടാൻ പറ്റുമെന്ന് പഞ്ചാബിൽ തെളിയിച്ചതിന്റെ പേരിലാണ് ഇവിടെയും ഈ ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 780 സ്ഥലങ്ങളില് ഒരു സമയത്ത് പോലീസുകാരും മറ്റ് ഏജൻസികളും നാട്ടുകാരും ചേർന്ന് ഒരു സമയത്ത് ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു. മണ്ഡലം പ്രസിഡന്റ് അഭിരൂപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുപ്രവർത്തകരായ എ ജലാൽ, ഷെരീഫ് മൈത്രി, ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരൻ, മുസ്തഫ തോപ്പിൽ, ലിസി ക്ലീറ്റസ്, ജെറാൾഡ്, പീറ്റർ, തോമസ് പോൾ, ജോർജ്, ഹനീഫ്, നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.